അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റഹിനിനെക്കുറിച്ച് പണയം വെക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹല്ലിയിലുള്ള പുതിയ ഫസിലിൽ നമുക്ക് ഓതുവാനുള്ളത് ഒരു പണയ സ്വത്തിൻ്റെ കയ്യവകാശം ഏത് എന്നാണ് അതിനെക്കുറിച്ച് ഫിഖഹിൽ പറയാറുള്ളത്. ആ കയ്യവകാശം ആർക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാവുന്നതാണ്, ഒരാൾ തൻ്റെ സ്വത്ത് മറ്റൊരാളുടെ കയ്യിൽ പണയമായിട്ട് നൽകുകയാണെങ്കിൽ ആ വസ്തു സൂക്ഷിക്കാനുള്ള അവകാശമുണ്ടാകുന്നത് മുർത്തഹിനിക്കാണ്, അതായത് ആ പണയം സ്വീകരിച്ച വ്യക്തിക്കാണ് എന്നർത്ഥം. ഓക്കെ, എന്നാൽ കഴിഞ്ഞ ദിവസം ഫസിലിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ റാഹിന് തൻ്റെ സ്വത്ത് മുർത്തഹിനിൻ്റെ കയ്യിൽ പണയമായിട്ട് നൽകുകയാണ് എങ്കിൽ അവന് വേണമെങ്കിൽ അതിൽ നിന്നും ഇന്തിഫാ എടുക്കാവുന്നതാണ്. ഒരു ദാബത്തിനെയാണ് പണയം വെച്ചത് എങ്കിൽ അതിൽ വാഹനം കയറാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് നടത്താവുന്നതാണ്? ആ മർഹൂനായിട്ടുള്ള സ്വത്തിനെ റാഹിനിക്ക് തിരികെ വാങ്ങാവുന്നതാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഏതായാലും അങ്ങനെ തിരികെ വാങ്ങുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അത് മുർത്തഹിനിന് തന്നെ തിരിച്ചു നൽകേണ്ടതുമാണ്. ഓക്കെ, അതിനൊക്കെ കുറിച്ചാണ് അടുത്ത ഫസലിൽ പഠിക്കുന്നത്. കിതാബിലേക്ക് നോക്കുക. ഫസ്ലുൻ ഇദാ ലസിമർ റഹിനു, ഒരു പണയം ലുസൂമായി കഴിഞ്ഞാൽ, നടന്നു കഴിഞ്ഞാൽ, ഫൽയദു ഫീഹി അയിൽ മർഹൂനിൽ മുർത്തഹിനി. ഓക്കെ, ആ മർഹൂനിലുള്ള കയ്യവകാശമുണ്ടാകുന്നത് മുർത്തഹിനിക്കാണ്. വലാ തസാലു, ആ ഏത് അങ്ങനെ തന്നെ ആയിക്കൊണ്ടേയിരിക്കും. അതായത് മുർത്തഹിനാണ് ആ വസ്തുവിനെ സൂക്ഷിക്കേണ്ടത്. ഇല്ലാലിൽ ഇന്തിഫാഇ കമാ സബഖ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്തിഫാഇന് വേണ്ടിയല്ലാതെ. അപ്പോൾ റാഹിനിക്ക് ആ വസ്തു വേണം എന്നുണ്ടെങ്കിൽ തിരികെ നൽകാവുന്നതാണ് എന്നർത്ഥം. അപ്പോൾ സുമ്മ യറുദ്ദു ഇലൈഹി ലൈലൻ കമാ മറ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രിയായാൽ ഈ റാഹിന് ആ വസ്തുവിനെ മുർത്തഹിനിൻ്റെ കയ്യിൽ തന്നെ തിരികെ നൽകണം എന്നർത്ഥം. ഓക്കെ, ലൈലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ആവശ്യം കഴിഞ്ഞാൽ എന്ന ഒരു അർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ വ ഇൻ കാനൽ അബ്ദു മിമ്മ യഅമലു ലൈലൻ കൽ ഹാരിസി. ഓക്കെ, അതായത് സെയ്ദ് അംറിൻ്റെ കയ്യിൽ പണയമായിട്ട് നൽകിയിട്ടുള്ള അബ്ദ് എന്താണ്? രാത്രി പണി ചെയ്യുന്നവനാണെങ്കിൽ കൽ ഹാരിസി, ഹാരിസിനെ പോലെ, കാവൽക്കാരനെ പോലെ, റദ്ദ ഇലൈഹി നഹാറൻ, അങ്ങനെയെങ്കിൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് പകലിലാണ് അത് അംറിനു തന്നെ തിരികെ നൽകേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായിട്ട് പണയം വെച്ചാലും ചിലപ്പോൾ മുർത്തഹിനിക്ക് എന്തുണ്ടാകുന്നതല്ല, ഏത് ഉണ്ടാകുന്നതല്ല, കയ്യവകാശം ഉണ്ടാകുന്നതല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അതിനെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. വഖദ് ലാ തകൂനുൽ മുർത്തഹിനി, ചിലപ്പോൾ കയ്യവകാശം മുർത്തഹിനിക്ക് ഇല്ലാതിരിക്കാം. ഏതുപോലെ? കമാഫി റഹിനിൽ അബ്ദിൽ മുസ്ലിമി ഇൻദ കാഫിരിൻ, ഒരു കാഫിറായ ആളുടെ കയ്യിൽ മുസ്ലിമായ അബ്ദിനെ പണയം വെക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ ആ കാഫിറിന് ആ മുസ്ലിമായ അബ്ദിൽ, അടിമയിൽ എന്തുണ്ടാകുന്നതല്ല, കയ്യവകാശം ഉണ്ടാകുന്നതല്ല. ഓക്കെ, ഇങ്ങനെ വിൽക്കാനും പാടില്ല എന്നൊക്കെ ബൈഅന്റെ ബാബിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കാരണവും നമ്മളവിടെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഏതായാലും കാഫിറിൻ്റെ കയ്യിൽ ഒരു മുസ്ലിമായ അടിമയെ പണയം വെക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്യവകാശം കാഫിറിനുണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതുപോലെ വൽ ജാരിയത്തിൽ ഹസ്ന ഇൻദ അജ്നബിയ്യിൻ, അജ്നബിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അടിമ സ്ത്രീയെ പണയം വെക്കുന്നത് പോലെ അതിലെയും കയ്യവകാശം ആ അജ്നബിയ്യിന് ഉണ്ടായിരിക്കുന്നതല്ല. ബിസിഫത്തിൽ ആത്തിയത്തി, ഇനി അതിനെക്കുറിച്ച് വരുന്ന അല്പം ചില വിശേഷണങ്ങളൊക്കെയുണ്ട്. ഏതായാലും ഇങ്ങനെയെങ്കിൽ ആ അജ്നബിയായിട്ടുള്ള വ്യക്തി ആ ജാരിയത്തിന് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടായതിനാൽ തന്നെ അതിലുള്ള കയ്യവകാശവും ആ അജ്നബിയിന് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഫയസിഹു റഹ്നു ഫീ ദാലിക അല റാജിഹി, റാജിഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഇത്തരം കാര്യങ്ങളിലൊക്കെ പണയം ശരിയാകുന്നതാണ്. ഓക്കെ, അപ്പോൾ കയ്യവകാശമില്ലാത്ത അവസരത്തിൽ എന്താണ് ആ അബ്ദിനെ അല്ലെങ്കിൽ ജാരിയത്തിന് ചെയ്യേണ്ടത്? വയജഅലുൽ അബ്ദ ഫീ യദി അദ്ലിൻ, ആ അടിമയെ ഒരു കാഫിറിൻ്റെ കയ്യിൽ പണയം വെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ അടിമയെ നമ്മൾ വെക്കേണ്ടത് മറ്റൊരു അദിലായിട്ടുള്ള നീതിമാനായ മുസ്ലിമായിട്ടുള്ള ആളുടെ കയ്യിലാണ്. വൽ ജാരിയത്ത ഇൻദ ഇംറഅത്തിൻ സിഖത്തിൻ എന്നുള്ളതുപോലെ ആ ജാരിയത്തിനെ, ഹസ്ന ആയിട്ടുള്ള ജാരിയത്തിനെ വെക്കേണ്ടത് അവളെ ദ്രോഹിക്കില്ല, അവളെ മറ്റൊരാൾക്ക് കൊടുക്കില്ല എന്നൊക്കെ വിശ്വസ്തരായിട്ടുള്ള ഒരു സ്ത്രീയുടെ കയ്യിലാണ് എന്നർത്ഥം. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ മുർത്തഹിനിൻ്റെ കയ്യിൽ അവളെ സൂക്ഷിക്കാൻ പറ്റുന്ന, അവളെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ കഴിയുന്ന മറ്റുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ഇല്ലാത്ത അവസരത്തിലാണ് മറ്റൊരു സ്ത്രീയുടെ, ഇംറഅത്തുൻ സിഖത്തിൻ്റെ കയ്യിൽ ആ ജാരിയത്തിന് നൽകണമെന്ന് പറഞ്ഞത്. ഇല്ലം യകുൻ ഇൻദൽ മുർത്തഹിനി സൗജത്തുഹു ഔ ജാരിയത്തുഹു ഔ നിസ്വത്തുൻ. ഓക്കെ, മുർത്തഹിനിൻ്റെ കയ്യിൽ സൗജത്തോ ജാരിയത്തോ നിസ്വത്തോ ഇല്ലാത്ത അവസരത്തിലാണ് മറ്റൊരു
മറ്റൊരു ഇംറഅത്തുൻ സിഖത്തിനെ ആ ജാരിയത്തിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. യുഅ്മനു മഅഹുന്നൽ ഇൽമാമു ബിൽ മർഹൂനത്തി, ഈ സൗജത്തെ ജാരിയത്തെ നിസ്വത്ത് ഇവയുടെയൊക്കെ പ്രത്യേകത എന്താണ്? യുഅ്മനു മഅഹുന്ന, അവരോടൊപ്പം നിർഭയമാകുന്നുണ്ട് അൽ ഇൽമാമു ബിൽ മർഹൂനത്തി, പണയം വക്കപ്പെട്ട ആ ജാരിയത്തിലേക്ക് അടുക്കൽ എന്നർത്ഥം. അതായത് ആ സ്ത്രീകളൊക്കെ ഉണ്ടായത് കാരണത്താൽ പിന്നെ ഈ അജ്നബിയായിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരാളോ ആ ജാരിയത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് വരൂല എന്നുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ എന്തു നടത്താം? മുർത്തഹിനിൻ്റെ കയ്യിൽ തന്നെ ആ ജാരിയത്തിനെ നൽകാവുന്നതാണ്. അങ്ങനത്തെ ഒരു സ്ത്രീയും മുർത്തഹിനിൻ്റെ കയ്യിൽ ഇല്ല എങ്കിലോ മറ്റൊരു ഇംറഅത്തുൻ സിഖത്തിൻ്റെ കയ്യിലാണ് ആ ജാരിയത്തിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് രണ്ടുപേരും ഷർത്ത് വെക്കുന്നതിനെ കുറിച്ചാണ്. റാഹിനും മുർത്തഹിനും പണയ സ്വത്തിൽ അല്പം ചില ഷർത്തുകളൊക്കെ വെച്ചാൽ അതിനെ പാലിക്കണം എന്നുള്ള വിഷയമാണ് ഇനി പറയുന്നത്. വലു ഷറത്ത അയ റാഹിനു വൽ മുർത്തഹിനു, രണ്ടുപേരും ഷർത്ത് വെച്ചാൽ വൽഅഹു അയിൽ മർഹൂനി ഇൻദ അദിലിൻ, ഓക്കെ, ഒരു നീതിമാനായ ആളുടെ കയ്യിലാണ് ഈ പണയ സ്വത്ത് വെക്കേണ്ടത് എന്നതല്ലാതെ മുർത്തഹിനിൻ്റെ കയ്യിലല്ല എന്നൊരാൾ ഷർത്ത് വെച്ചാൽ ജാസ, അത് ജായിസാണ് എന്നർത്ഥം. അതായത് ആ ഷർത്തിനനുസരിച്ച് നമുക്ക് പോകാവുന്നതാണ്. വഫിർ റൗളതി കാസിലിഹ, റൗളയിൽ നബവി ഇമാമും അസ്ലുർ റൗള അതായത് ഷറഹുൽ കബീർ റാഫിഇ ഇമാമും പറയുന്ന ഇബാറത്ത് എന്താ? ഫിയദി സാലിസിൻ, മൂന്നാമതൊരാളുടെ കയ്യിൽ വെക്കണമെന്ന് ഷർത്താക്കിയാൽ അത് ജായിസാണെന്നാണ്. ഓക്കെ, അതായത് റാഹിനും മുർത്തഹിനും അല്ലാത്ത മൂന്നാമത്തെയാൾ എന്നർത്ഥം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് അദിലാവണമെന്നാണല്ലോ. അപ്പോൾ അദിൽ അല്ലാത്ത ആൾക്കും മൂന്നാമതൊരാളെന്ന് പറയാം. വഹുവ സ്വാദിഖുൻ ബിഗൈരി അദിലിൻ, സാലിസ എന്ന് പറയുന്ന ഇബാറത്ത് അദിൽ അല്ലാത്ത ആളോടും സ്വീകാര്യമായതാണ്. വസയഅതി അൻഹുമാ മാ യദുല്ലു അലാ ജവാസിൽ വദിഅ ഇൻദഹു, ഓക്കെ, അതിൽ അല്ലാത്ത ആളാണെങ്കിലും അവൻ്റെ കയ്യിലും ഈ മർഹൂനായിട്ടുള്ള സ്വത്ത് വെക്കാം, അത് ജായിസാണ് എന്നതറിയിക്കുന്ന ഈ രണ്ട് പേരുടെയും നബവി ഇമാമിൻ്റെയും റാഫി ഇമാമിൻ്റെയും ഇബാറത്ത് ഇനി വരാനിരിക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി അവർ ഷർത്ത് വെക്കുന്നത് എങ്ങനെയാണ്? ഔ ഇൻദ സ്നൈനി, ഓക്കെ, ഇൻദ അദിലിൻ എന്നുള്ളതിലേക്ക് അത്ഫാണ്. ഔ ഇൻദ സ്നൈനി, അല്ലെങ്കിൽ രണ്ട് പേരുടെ അടുക്കൽ വെക്കണമെന്നാണ് ഇവർ രണ്ടുപേരും റാഹിനും മുർത്തഹിനും ഷർത്താക്കിയത് എന്ന് മാത്രമല്ല വനസ്സ അല ഇജ്തിമാഇഹിമാ അലാ ഹിഫ്ളിഹി, ഓക്കെ, അത് സൂക്ഷിക്കാൻ, ആ മർഹൂന് സൂക്ഷിക്കാൻ രണ്ടു പേരും ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ രണ്ടു പേരും അത് സൂക്ഷിക്കണം എന്ന് അവർ നസ്സാക്കി പറയുകയും ചെയ്തു, വ്യക്തമാക്കി പറയുകയും ചെയ്തു. അല്ലെങ്കിൽ അവിൽ ഇൻഫിറാദി ബിഹി ഐ അന്നലി കുല്ലി മിൻഹുമൽ ഇൻഫിറാദു ബിഹിഫ്ലിഹി, അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഖാലിദ് അതിനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഖാസിം അതിനെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ രണ്ടു പേരും ഇൻഫിറാദ് അതിനെ സൂക്ഷിക്കാൻ, ഹിഫ്ള് നടത്താൻ ഇൻഫിറാദായി എന്നിച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവർ നസ്സാക്കി പറയുന്നത് എങ്കിലോ ഫദാക ലാഹിറുൻ അന്നഹു യുത്തബഉ ഷർത്ത് ഫീഹി, അവിടെയുള്ള ഷർത്ത് പരിഗണിക്കപ്പെടുന്നതാണ്. രണ്ടുപേരും ഒരുമിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തന്നെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും നമ്മളിവിടെ പരിഗണിക്കേണ്ടതാണ് എന്നർത്ഥം. വ ഇൻ അത്ലഖ, ഇനി അവർ രണ്ടുപേരും ആ ഇജ്തിമാ വേണോ ഇൻഫിറാദ് വേണോ എന്നൊന്നും പറഞ്ഞില്ല, മുത്തലഖാക്കി പറഞ്ഞതാണെങ്കിലോ ഫലൈസ ലി അഹദിഹിമൽ ഇൻഫിറാദ് ബിഹിഫ്ളിഹി ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ആ രണ്ടിൽ ഒരാൾക്ക് അതിനെ ഒറ്റയ്ക്ക് ഹിഫ്ള് നടത്താൻ ജായിസല്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഖാലിദോ അല്ലെങ്കിൽ ഖാസിമോ മാത്രം ആ പണയ സ്വത്ത് സൂക്ഷിച്ചാൽ അത് ശരിയാവുകയില്ല എന്നർത്ഥം. അപ്പോൾ പിന്നെ എന്താണത് ചെയ്യേണ്ടത്? ഫയജഅലാനിഹി ഫി ഹിർസിൽ ലഹുമാ കമാ ഫി നസ്സി അലാ ഇജ്തിമാഇഹിമാ, ഓക്കെ, മറിച്ച് അവർ രണ്ടുപേരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേർക്കും അവകാശപ്പെട്ടിട്ടുള്ള ഒരു ഹിർസിൽ, അതായത് ഒരു സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ആ വസ്തുവിനെ ഇവർ രണ്ടുപേരും ഖാലിദും ഖാസിമും ആക്കുകയാണ് വേണ്ടത്. ഏതുപോലെ? കമാ ഫി നസ്സി അലാ ഇജ്തിമാഇഹിമാ, ഇവർ രണ്ടുപേരും അതിനെ സൂക്ഷിക്കണമെന്ന് നസ്സാക്കി പറയുന്ന അവസരത്തെ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇൻഫിറാദ് നടത്താൻ പാടില്ല. രണ്ടുപേരും കൂടി അവർക്ക് രണ്ടുപേർക്കും സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ആ വസ്തുവിനെ സൂക്ഷിക്കേണ്ടത്. വസാനി, എന്നാൽ ഇവിടുത്തെ സാനി പറയുന്നത്, സഹിൻ്റെ സാനി പറയുന്നത് യജൂസുൽ ഇൻഫിറാദു ലി മശഖത്തിൽ ഇജ്തിമാഇ, ഇജ്തിമാഇ നടത്തൽ പ്രയാസമായതുകൊണ്ട് തന്നെ മുതലഖാക്കി പറഞ്ഞാൽ അവിടെ ഇൻഫിറാദ് ജായിസാണ്, ഒരൊറ്റ ആൾ സൂക്ഷിച്ചാലും അത് ശരിയാകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, വഅലാ ഹാദാ, ഈ ഒരു അഭിപ്രായം അനുസരിച്ച് ഇനി തഫഖ അലാ കൗനിഹി ഇൻദ അഹദിഹിമാ ഫദാക, ഈ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള രണ്ട് പേരുണ്ടല്ലോ, അതായത് നമ്മുടെ ഉദാഹരണത്തിൽ ഖാലിദും ഖാസിമും, ഇവർ രണ്ടു പേരും എന്ത് ചെയ്ത് യോജിച്ചു? അലാ കൗനിഹി ഇൻദ അഹദിഹിമാ, ആ വസ്തു ഖാലിദിൻ്റെ കയ്യിലായിക്കോട്ടെ അല്ലെങ്കിൽ ഖാസിമിൻ്റെ കയ്യിലായിക്കോട്ടെ എന്ന് അവർ രണ്ടു പേരും യോജിച്ചാൽ ഫദാക, അതങ്ങനെ തന്നെയാണ്
പോകുന്നത് എന്നർത്ഥം. വഇൻ തനാസഅ, ഇനി അവർ രണ്ടുപേരും തർക്കിക്കുകയാണ്. ഖാസിം പറയാണ് ഞാൻ സൂക്ഷിച്ചോളാമെന്ന്, ഖാലിദ് പറയാണ് ഞാൻ സൂക്ഷിച്ചോളാമെന്ന്. അങ്ങനെയെങ്കിൽ വഹുവ മിമ്മ യൻഖസിമു, ആ മർഹൂനായിട്ടുള്ള സ്വത്താണെങ്കിലോ അത് സാധാരണഗതിയിൽ ഖസ്മ് ചെയ്യാൻ കഴിയുന്ന വസ്തുവാണ് താനും. അതായത് 2 കിലോ എന്താണെന്ന് കരുതുക, 2 കിലോ അരിയാണ്, ഗോതമ്പാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതിന് നമുക്ക് വീതിക്കാവുന്നതാണല്ലോ. 1 കിലോ ഖാലിദും മറ്റേ കിലോ ഖാസിമും സൂക്ഷിക്കാമെന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ വഹുവ മിമ്മ യൻഖസിമു ആണെങ്കിൽ ഖുസിമ, അത് വീതിക്കപ്പെടണം. വഹഫള കുല്ലു വാഹിദി മിൻഹുമാ നിസ്ഫഹു, എല്ലാവരും തൻ്റേതായിട്ടുള്ള ആ പകുതിയെ സൂക്ഷിക്കുകയും ചെയ്യണം. വ ഇല്ലം യൻഖസിം, ഇനി ആ ഒരു വസ്തു വീതിക്കാൻ കഴിയാത്ത വസ്തുവാണ് എങ്കിൽ, മൊബൈൽ ഫോൺ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഹഫിളഹു ഹാദാ മുദ്ദത്തൻ വഹാദാ മുദ്ദത്തൻ, ഈ ഖാലിദ് എന്ത് ചെയ്യണം, അതിനെ ഒരു 6 മാസം സൂക്ഷിക്കുക, ഖാസിം അതിന് മറ്റ് 6 മാസം സൂക്ഷിക്കുക. അങ്ങനെയാണ് അതിലുള്ള മസ്അല വരുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി ഏതായാലും 2 പേർ തമ്മിൽ, സെയ്ദും അംറും തമ്മിൽ പണയം നടന്നു. ഏതായാലും അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഖാസിമിനെ ഏൽപ്പിക്കുകയും ചെയ്തു. വലോ മാതൽ അദ്ലുൽ മൗളൂഅ ഇൻദഹു, ഈ മർഹൂനായിട്ടുള്ള സ്വത്ത് വെക്കപ്പെട്ടിട്ടുള്ള ആ ആദിൽ മരിച്ചു പോവുകയാണെങ്കിൽ, ഔ ഫസഖ, അല്ലെങ്കിൽ അവൻ ആദിൽ എന്നുള്ളത് മാറിയിട്ട് അവൻ ഫിസ്ഖ് കാണിച്ചു, അവൻ ഫാസിഖായി എന്നാൽ ജഅലഹു ഹൈസു യത്തഫിഖാനി ഐ അൻദ ആദിൽ യത്തഫിഖാനി അലൈഹി. ഓക്കെ, ഈ റാഹിനും മർഹൂനും യോജിക്കുന്ന മറ്റൊരു ആദിലിൻ്റെ കയ്യിലാണ് ആ വസ്തുവിനെ ഇവർ 2 പേരും ആക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വഇൻ തശാഹാ ഫീഹി, ഇനി ആ അതിൽ ആരാവണം എന്നുള്ള വിഷയത്തിൽ 2 പേരും തർക്കിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വലാഹുൽ ഹാക്കിമു ഇൻദ അദിലിൻ യറാഹു, അപ്പോൾ അതിൽ ഹാക്കിം, അവിടുത്തെ ഭരണാധികാരത്തിൽ ഇടപെടുകയും എന്നിട്ട് അവൻ അഭിപ്രായപ്പെടുന്ന, ഹാക്കിമിന് നല്ലതായിട്ട് തോന്നുന്ന ഒരു അദിലിൻ്റെ കയ്യിൽ ആ വസ്തുവിനെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്നർത്ഥം. വഫിർ റൗളത്തി കാസ്ലിഹ ലൗ കാനൽ മൗളൂഅ ഇൻദഹു ഫാസിഖൻ ഫിൽ ഇബ്തിദാഇ ഫസാദ ഫിസ്ഖുഹു നഖല ഇലാ ആഖറ യത്തഫിഖാനി അലൈഹി. റൗളയിലും മസ്അലുർ റൗളയിലും നബവി ഇമാമും റാഫി ഇമാമും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൽ ആദ്യം തന്നെ ഏൽപ്പിക്കുന്നത് ഒരു അദിലല്ലാത്ത ഫാസിഖിൻ്റെ കയ്യിലാണ് എങ്കിൽ, നമ്മളത് നേരത്തെ പറഞ്ഞിരുന്നു, ഷെയ്ഖാനിയുടെ അഭിപ്രായ പ്രകാരം അതിൽ അല്ലാത്ത ആളാണ് എങ്കിലും അവൻ്റെ കയ്യിൽ വെക്കാവുന്നതാണ് എന്ന്. ഓക്കെ, ഏതായാലും ഫാസിഖായ ആളുടെ കയ്യിൽ തന്നെയായിരുന്നു ഇവർ പണയം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ അവൻ്റെ ഫിസ്ഖ് ഒന്നുകൂടെ കൂടി, അവൻ ഇതുവരെ കള്ളു കുടിച്ചിരുന്നില്ല, പക്ഷെ കള്ളുകൂടി കുടിച്ചാൽ നഖലയില ആഖറ യത്തഫിഖാനി അലൈഹി, പിന്നെയും എന്ത് ചെയ്യാവുന്നതാണ്, അത് വെക്കാനുള്ള അവകാശം മറ്റൊരാളിലേക്ക് നീക്കാവുന്നതാണ്. ഇവ 2 പേരും റാഹിനും മുർത്തഹിനും യോജിക്കുന്ന എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വയുസ്തഹഖു ബൈഉൽ മർഹൂനി ഇൻദൽ ഹാജത്തി, നമുക്കറിയാവുന്നതാണ് പണയം വെക്കുന്നത് എന്തിനാണ്, അഥവാ സമയത്തിന് ആ വസ്തു വിൽക്കാൻ സമയത്തിന് ഈ സെയ്ദിനിക്ക് ആ ദൈന് തിരികെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ മർഹൂനായിട്ടുള്ള സ്വത്ത് വിറ്റിട്ട് അതിൻ്റെ കാശ് കൊണ്ട് അമ്രിൻ്റെ കടം വീട്ടാനാണ് അല്ലേ. അപ്പോൾ വയുസ്തഹഖു ബൈഉൽ മർഹൂനി ഇൻദൽ ഹാജത്തി, ആവശ്യ സമയത്ത് ആ മർഹൂനായിട്ടുള്ള വസ്തു വിൽപ്പന നടത്താൻ അവകാശപ്പെട്ടതാണ് എന്നർത്ഥം. ഓക്കെ, അതെങ്ങനെയാണ് ഹാജത്തുണ്ടാകുന്നത്? ബി അൻ ഹല്ലദ്ദൈനു വലം യൂഫ, ദൈന് നൽകേണ്ട സമയമായിട്ടുണ്ട്, ഹാലായിട്ടുണ്ട്, പക്ഷെ അത് വീട്ടപ്പെട്ടിട്ടില്ല, സെയ്ദ് ആ ദൈന് തിരികെ നൽകിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും അങ്ങനെ ഒരു മർഹൂനായിട്ടുള്ള സ്വത്ത് വിറ്റു എന്ന് കരുതുക. അങ്ങനെ വിറ്റതിന് ശേഷം ആ കാശിൽ നിന്നും ആദ്യമായിട്ട് ആരുടെ കടമാണ് വീട്ടേണ്ടത്? ഈ മുർത്തഹിനിക്കുള്ള കടമാണ് വീട്ടേണ്ടത്. വയുഖദ്ദമുൽ മുർത്തഹിനു ബിസമനിഹി അലാ സാഇരിൽ ഖുറമായി, ബാക്കിയുള്ള കടക്കാരേക്കാളേറെ അതുകൊണ്ട് മുന്തിക്കപ്പെടേണ്ടത് മുർത്തഹിനായിട്ടുള്ള വ്യക്തിയാണ്. അതായത് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരാൾ ധാരാളം ആളുകൾക്ക് കാശ് കൊടുക്കാനുണ്ട് എങ്കിൽ അവനെക്കുറിച്ച് നമ്മൾ തഫ്ലീസ് എന്ന് പറയാറുണ്ട്. അതായത് അവൻ്റെ മൊത്തം സമ്പത്ത് അവൻ്റെ കടത്തേക്കാളും കുറയുകയാണ് എങ്കിൽ അവൻ്റെ സമ്പത്ത് വിറ്റിട്ട് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് അവൻ്റെ കടത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കണമെന്നുള്ളതാണ്, കടക്കാർക്ക് വീതിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. എന്നാൽ അവിടെ ഇവൻ പണയം വെച്ച സ്വത്തുമുണ്ടെങ്കിൽ ആ പണയ സ്വത്ത് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ആദ്യമായിട്ട് മുന്തിക്കേണ്ടത് ആ മുർത്തഹിനാണ്. അതായത് അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് അത് ബാക്കിയുള്ള കടക്കാർക്ക് നൽകുകയുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി അത് വിൽക്കേണ്ടത് ആരാണ്? അത് വിൽക്കേണ്ടത് റാഹിനാണ്. അതായത് പണയം വെച്ച ആളാണ് വിൽക്കാനുള്ള നേതൃത്വം വഹിക്കേണ്ടത്. വയബിഉഹു റാഹിനു ഔ വക്കീലുഹു ബിഇദ്നിൽ മുർത്തഹിനി. ഓക്കെ, മുർത്തഹിനിൻ്റെ സമ്മതത്തോടു കൂടെയാണ് റാഹിന് അല്ലെങ്കിൽ അവൻ ഏൽപ്പിച്ച വക്കാലത്ത് ഏൽപ്പിച്ച മറ്റൊരു വ്യക്തി ആ മർഹൂനിനെ വിൽക്കേണ്ടത്. ഫഇല്ലം യഅ്ദൻ,
ഇനി മുർത്തഹിൻ എന്ത് ചെയ്യുന്നില്ല, അത് വിൽക്കാൻ വേണ്ടിയിട്ട് നൽകുന്നില്ല, സമ്മതിക്കുന്നില്ല എങ്കിലോ ഖാലഹുൽ ഹാക്കിമു, അപ്പോൾ അവനോട് ഹാക്കിം പറയണം തഅ്ദനു ഔ തുബ്രിഉ, ഒന്നുകിൽ നീ അത് വിറ്റുകൊണ്ട് നിന്റെ കടം വീട്ടാനായിട്ട് സമ്മതിക്കണം, അല്ലെങ്കിൽ നീ ആ കടം തന്നെ ഇബ്റാഹ് ചെയ്തു കൊടുക്കണമെന്ന് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തഅ്ദനു ഔ തുബ്രിഉ എന്ന് പറയുന്നത് മുദാരി ആയിട്ടുള്ള സീഗയാണെങ്കിലും ഹുവ ബിമഅനൽ അംറി, അത് അംറിൻ്റെ അർത്ഥത്തിലാണ്. ഐ ഈദൻ ഫീ ബൈഇഹി ഔ അബ്രിഉഹു എന്നാണ് അതിൻ്റെ അർത്ഥം. കമാ ഫി റൗളത്തി വാസിലിഹ, റൗളയിലും റൗളയിലും അങ്ങനെയാണ് പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി നേരെ തിരിച്ചായി, അതായത് മുർത്തഹിൻ എന്ന് പറഞ്ഞു, ആ വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, പക്ഷേ റാഹിൻ അതിന് സമ്മതിക്കുന്നില്ല. വലു തലബൽ മുർത്തഹിനു ബൈഅഹു ഫഅബർ റാഹിനു. ഓക്കെ, അതായത് മുർത്തഹിൻ വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, എന്നാൽ റാഹിന അതിന് വിസമ്മതിച്ചു നിന്നാൽ അൽസമുഹുൽ ഖാളി ഖളാ അദ്ദൈനി ഔ ബൈഅഹു, അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഖാളി എന്ത് ചെയ്യണം, ആ റാഹിനോട് ചെന്നിട്ട് പറയണം നീ ഒന്നുകിൽ കടം വീട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഈ സാധനം വിൽക്കുക എന്നുള്ള ഈ രണ്ടാമതൊരു കാര്യം കൊണ്ട് ഖാളി എന്ത് ചെയ്യണം, ആ റാഹിനെ നിർബന്ധിക്കണമെന്നർത്ഥം. ഫഇൻ അസറ ബഅഹുൽ ഹാക്കിമു, ഇനി എത്ര പറഞ്ഞിട്ടും ആ റാഹിന് എന്ത് ചെയ്യുന്നില്ല, അത് വിൽക്കുന്നില്ല, അല്ലെങ്കിൽ കടം കൊടുക്കുന്നില്ല. ഫഇൻ അസറ, അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നാൽ ബഅഹുൽ ഹാക്കിമു വഖള ദൈന മിൻ സമനിഹി, അപ്പോൾ ഹാക്കിമ് തന്നെ മുൻകൈ എടുത്തിട്ട് ആ മർഹൂന് വിൽക്കുകയും എന്നിട്ട് അതിൻ്റെ സമനിൽ നിന്നും ആ ദൈന് മുർത്തഹിനിന് തിരികെ നൽകേണ്ടതുമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലു ബഅഹുൽ മുർത്തഹിനു ബിഇദ്നി റാഹിനി, ഇനി റാഹിനിൻ്റെ സമ്മതത്തോടു കൂടെ മുർത്തഹിന് ആ വസ്തു വിറ്റാൽ ഫലസഹു അന്നഹു ഇൻ ബഅ ബിഹളറതിഹി സഹൽ ബൈഉ, അപ്പോൾ അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഈ റാഹിനിൻ്റെ ഹളറത്തിൽ വെച്ചിട്ടാണ്, അതായത് റാഹിനും കൂടി കാണുകയാണ് ആ മുർത്തഹിന് ആ വസ്തു വിറ്റത് എങ്കിൽ സഹൽ ബൈഉ, ആ ബൈഅ അവിടെ ശരിയാകുന്നതാണ്. വ ഇല്ലാ ഫലാ യസിഹു ബൈഉഹു, ഇനി റാഹിനിൻ്റെ സമ്മതത്തോടു കൂടെയാണ്, പക്ഷേ അവൻ്റെ ഹളറത്തിൽ വെച്ചിട്ടല്ല ആ വിൽപ്പന നടക്കുന്നത് എങ്കിലോ ആ വിൽപ്പന ശരിയാവുകയില്ല. കാരണം എന്താ, ലി അന്നഹു യബീഉഹു ലി ഗറളി നഫ്സിഹി. ഓക്കെ, അവൻ ഇപ്പോൾ ആ മുർത്തഹിൻ ആ വസ്തു വിൽക്കുന്നത് എന്തിനാണ്, തൻ്റെ ആവശ്യം വിടാനും വേണ്ടിയിട്ടാണ്. അതായത് ഉദാഹരണത്തിന് 1,00,000 രൂപയുടെ സാധനമാണ് എന്ത് നടത്തിയിട്ടുള്ളത്, ഈ സെയ്ദ് അമ്രിൻ്റെ കയ്യിൽ പണയം നൽകിയിട്ടുള്ളത്. സത്യത്തിൽ സെയ്ദ് അമ്രിന് എത്രയേ നൽകാനുള്ളൂ, 10,000 രൂപ നൽകാനേ ഉള്ളൂവെങ്കിൽ മുർത്തഹിന് ആ വസ്തു വിൽക്കുകയാണെങ്കിൽ അവന് എന്ത് ലഭിച്ചാൽ മതി, അവന് 10,000 രൂപ ലഭിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവൻ അത് വളരെ ചുരുങ്ങിയ വിലക്ക് തന്നെ വിറ്റേക്കാം. 1,00,000 രൂപ കിട്ടേണ്ടിടത്ത് 10,000 രൂപയ്ക്ക് വിറ്റിട്ട് തൻ്റെ കാശ് അവനെടുത്തേക്കാം എന്നർത്ഥം. അതുകൊണ്ടാണ് ഹളറത്തു റാഹിനാണ് അത് വിൽക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലി അന്നഹു യബീഉഹു ലി ഗറളി നഫ്സിഹി, സ്വന്തം നഫ്സിൻ്റെ ഗറളിന് വേണ്ടിയിട്ടാണ് അവനത് വിൽക്കുന്നത്. ഫയുത്തഹമു ഫിൽ ഇസ്തിഅജാലി വ തർക്കിൻ നളരി ഫിൽ ഗൈബത്തി ദൂനൽ ഹുളൂരി. ഓക്കെ, അതുകൊണ്ട് തന്നെ അവനത് പെട്ടെന്ന് തന്നെ വിൽക്കുമോ എന്നുള്ള വിഷയത്തിൽ അവൻ സംശയിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതുപോലെ തർക്കിൻ നളരി, ഇതിലുള്ള ലാഭം എന്താണ് എന്നുള്ള ചിന്തയൊക്കെ അവൻ ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഫിൽ ഗൈബത്തി, റാഹിൻ അവിടെ ഇല്ലാത്ത അവസരത്തിൽ, ദൂനൽ ഹുളൂരി, അവൻ അവിടെ ഉണ്ടായാൽ എന്ത് ചെയ്യും, അവനും ഇത് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതിന് ന്യായമായ വിലക്ക് വിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അവന് തോന്നാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. എന്നാൽ സാനിക്കാർ പറയുന്നത് എന്താ, യസ്യഹു മുത്തലഖൻ നിലക്ക്, അത് റാഹിനിൻ്റെ ഹളറത്തിലാവട്ടെ അല്ലാതിരിക്കട്ടെ അവൻ്റെ സമ്മതത്തോടു കൂടെ അത് വിറ്റാൽ ആ വിൽപ്പന ശരിയാകുന്നതാണ്. കമാലു അദ്നലഹു ഫി ബൈഇ മാലിൻ ആഖറ, ഈ വ്യക്തി, ഈ റാഹിനായിട്ടുള്ള വ്യക്തി മുർത്തഹിനെ മറ്റൊരു സ്വത്ത് വിൽക്കാൻ ഏൽപ്പിക്കുന്നത് പോലെ. അപ്പോൾ ഒരാൾ തൻ്റെ സ്വത്ത് മറ്റൊരാളോട് വിൽക്കാൻ പറഞ്ഞാൽ ഇവൻ്റെ ഹളറത്തിൽ വെച്ചിട്ട് തന്നെ അത് വിൽക്കണമെന്നില്ലല്ലോ എന്നുള്ളത് പോലെ തന്നെയാണ് മർഹൂനായിട്ടുള്ള സ്വത്തുമെന്നാണ് സാനിക്കാർ പറയുന്നത്. എന്നാൽ സാലിസ് പറയുന്നത് ലാ യസിഹു മുതലഖൻ, ഇങ്ങനെ റാഹിന് സമ്മതിച്ചാലും മുർത്തഹിനത് വിൽക്കാൻ പാടില്ല, വിറ്റാൽ തന്നെ ശരിയാവുകയില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ലി അന്നൽ ഇദ്ന ലഹു ഫീഹി തൗക്കീലുൻ ഫീമാ യതഅല്ലഖു ഫീ ഹഖ്ഖിഹി ബിഹഖ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ റാഹിന് മുർത്തഹിനിക്ക് സമ്മതം നൽകുന്നത് എന്തിൽ മാത്രമാണ്, അവൻ്റെ ഹക്കുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ മാത്രമാണ്. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ 10,000 രൂപ മാത്രമേ ഇവൻ്റെ ഹക്കുമായിട്ട്, അമ്രിൻ്റെ ഹക്കുമായിട്ട് ബന്ധമുള്ളൂ. അതുകൊണ്ട് തന്നെ 1,00,000 രൂപയുടെ സാധനം വിൽക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല, റാഹിന് മുർത്തഹിനെ ഏൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ വിൽപ്പന നടത്തിയാൽ അത് ശരിയാവുകയില്ല എന്നാണ് സാലിസ് പറയുന്നത്. ഓക്കെ,
ഇനി വലു കാല, ഇനി ഒരാൾ റാഹിനി മുർത്തഹിനോട് പറയുന്നത് എന്താ, ബിഅഹു ബികദ ഇൻ തഫത്തി തുഹ്മത്തു, നീ ഇത്ര രൂപക്കാണ്, അതായത് 1,00,000 രൂപയ്ക്ക് ഇത് നീ വിറ്റോ എന്നാണ് റാഹിനി മുർത്തഹിനോട് പറയുന്നത് എങ്കിൽ അവിടെ പിന്നെ തുഹ്മത്ത് ഉണ്ടാവില്ല. കാരണം അത്ര വിലക്ക് വിൽക്കണമെന്നാണ് റാഹിനി പറയുന്നത്, അത് തന്നെയാണ് മുർത്തഹിനി വിൽക്കുകയും ചെയ്യുന്നത്. ഫയസിഹുൽ ബൈഉ അലാ ഗൈരി സാലിസി, അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മൂന്നാമത്തെ അഭിപ്രായമല്ലാത്ത, അതായത് അസഹിൻ്റെയും സാനിയുടെയും അഭിപ്രായ പ്രകാരം ആ ബൈ അവിടെ ശരിയാകുന്നതാണ്. സാലിസ് പ്രകാരം സമ്മതിച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ, വിൽക്കാൻ പാടില്ല എന്നാണല്ലോ. ഇനി അടുത്തത് വലു ഖാല ബിഅഹു വസ്തൗഫി ഹഖക മിൻ സമനിഹി, ഇനി നീ അതിനെ വിറ്റോ, എന്നിട്ട് അതിന് കിട്ടുന്ന വില കൊണ്ട് നിൻ്റെ ഹക്കിനെ നീ പൂർത്തീകരിച്ചെടുത്തോ എന്നാണ് പറയുന്നത് എങ്കിലോ ജാഅത്തി തുഹ്മത്ത്, അവിടെ വീണ്ടും ആ തുഹ്മത്ത് വരുന്നതാണ്. ഫലാ യസിഹുൽ ബൈഉ അലാ ഗൈരി സാനി, അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും അഭിപ്രായ പ്രകാരം അവിടെ ബൈഉ ശരിയാകുന്നതല്ല, കാരണം അവിടെ തുഹ്മത്തുണ്ട് എന്നർത്ഥം. എന്നാൽ സാനിക്കാരെന്താ പറയുന്നത്, എങ്ങനെയായാലും തുഹ്മത്തുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഹുളൂറാവട്ടെ ഗൈബത്താവട്ടെ, അവിടെ ബൈഉ ശരിയാകുമെന്നാണ്. അപ്പോൾ സാനി പ്രകാരം അങ്ങനെ ബൈഉ നടത്തിയാൽ ശരിയാകുന്നതാണ്. ഓക്കെ, ഇനി വലു കാന ദൈനു മുഅജ്ജലൻ വഖാല ബിഅഹു സഹൽ ബൈഉ ജസ്മൻ, ഇനി ദൈൻ എന്താണ്, മുഅജ്ജലാണ്, അതായത് 6 മാസം കഴിഞ്ഞിട്ടാണ് അംറിനിക്ക് സെയ്ദ് ആ ദൈന് തിരികെ നൽകാനുള്ളത്. വഖാല, അപ്പോൾ ഇപ്പോൾ തന്നെ ആര് പറയാണ്, സെയ്ദ് അംറിനോട് ബിഅഹുനി ഇപ്പോൾ തന്നെ വിറ്റോ എന്ന് പറഞ്ഞാൽ സഹൽ ബൈഉ ജസ്മൻ, അവിടെ ബൈഉ എന്തായാലും ശരിയാകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ വിറ്റിട്ട് അതിൻ്റെ സമന് എന്ത് ചെയ്യാൻ കഴിയൂല, അംറിന് എടുക്കാൻ കഴിയൂല, മറിച്ച് ആ സമനും പിന്നീട് റഹിനാവുകയാണ് ചെയ്യുന്നത്, പണയമാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് 6 മാസം കഴിഞ്ഞിട്ടേ അത് അംറ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ അതിനെ വിൽക്കാൻ പറഞ്ഞാൽ അവിടെ തുഹ്മത്ത് ഉണ്ടായിരിക്കുന്നതല്ല, കാരണം അത് പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു ആവശ്യമൊന്നും അംറിനുണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുഅജ്ജലായിട്ടുള്ള ഒരു ദൈനിന് ഇപ്പോൾ തന്നെ അതിൻ്റെ മർഹൂന് വിൽക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ അത് ഇവൻ മുർത്തഹിന് വിൽക്കുകയും ചെയ്താൽ അത് ശരിയാകുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലു ശുരിത ബി ളമ്മി അവ്വലിഹി അൻ യബീഅഹുൽ അദ്ലു ഇൻദൽ മഹല്ലി ജാസ. ഓക്കെ, ഇനി ഷർത്താക്കപ്പെടുന്നത് എന്താണ്, വലു ശുരിത ബി ളമ്മി അവ്വലിഹി അൻ യബീഅഹുൽ അദ്ലു ഇൻദൽ മഹല്ലി, ഹുലൂലെത്തുന്ന അവസരത്തിൽ, അതായത് സെയ്ദ് അംറിനിക്ക് കടം നൽകാമെന്ന് പറഞ്ഞത് അടുത്ത റമളാനിലാണ്. അപ്പോൾ അടുത്ത റമളാനിലേക്ക് ആ കാശ് തിരികെ നൽകാൻ സെയ്ദിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ മഹല്ല് ആയാൽ ഒരു ഇന്നാലിന്ന അദിലാണ് അത് വിൽക്കേണ്ടത് എന്ന് ഷർത്ത് വെക്കുകയാണെങ്കിൽ ജാസ ഹാദ ഷർത്തു, ഈ ഷർത്ത് വെക്കൽ ജായിസാണ്. വലാ തുഷ്തറത്തു മുറാജഅത്തു റാഹിനി ഫിൽ ബൈഇ ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം പിന്നീട് അടുത്ത റമളാൻ എത്തുമ്പോൾ ആ വസ്തു വിൽക്കട്ടെ എന്ന് പിന്നീട് റാഹിനിനോട് മുറാജഅത്ത് നടത്തേണ്ട ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അത് അദിലിനെ ഏൽപ്പിച്ചാൽ ആ അദിലിന് നേരിട്ട് തന്നെ വിൽക്കാവുന്നതാണ് എന്നർത്ഥം. കാരണം എന്താ, എന്നാൽ അസ്ല ദവാമുൽ ഇതിന്, ആ അദിൽ അത് വിൽക്കണം, അവന് വിൽക്കാവുന്നതാണ് എന്നുള്ള ആ സമ്മതം ആ 6 മാസത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട് എന്നാണ് അസ്ല. അതുകൊണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് വേറെ ഒരു സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വസാനി പറയുന്നത് യുഷ്തറത്തു, ഇങ്ങനെ എന്നാലും അവിടെ റാഹിനോട് സമ്മതം ചോദിക്കണമെന്നാണ്. കാരണം ലി അന്നഹു ഖദ് യുരീദു ഖളാഅ ദൈനി മിൻ ഗൈരിഹി, ആ സാധനം മർഹൂനായിട്ടുള്ള സ്വത്ത് വിൽക്കാതെ തന്നെ ദൈന് വീട്ടാൻ ആരുദ്ദേശിച്ചിട്ടുണ്ടാകാം, റാഹിന് ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് അവനോടൊന്ന് ചോദിച്ചിട്ട് അത് വിൽക്കാവൂ എന്നാണ് സാനിക്കാര് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അമ്മൽ മുർത്തഹിനു ഫഖാലൽ ഇറാഖിയൂന തുഷ്തറത്തു മുറാജഅതുഹു ഖത്അൻ, ഇറാഖി പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇങ്ങനെ ഒരു അതിലാണ് വിൽക്കുന്നത് എങ്കിലും മുർത്തഹിനിൻ്റെ സമ്മതം തേടണം എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്താ, ഫറുബ്ബമ അംഹല ഔ അബ്റഅ, കാരണം അവൻ ഒന്നുകൂടെ ഇംഹാൽ നടത്തി കൊടുത്തേക്കാം. അംറ് പിന്നീട് സെയ്ദിനോട് പറയാൻ സാധ്യതയുണ്ടല്ലോ, നീ റമളാനിന് തന്നെ നൽകണ്ട, നീ അടുത്ത എന്ന് നൽകിയാൽ മതി, മുഹറത്തിന് നൽകിയാൽ മതി എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ടല്ലോ. ഔ അബ്ര, അല്ലെങ്കിൽ നീ എനിക്ക് കടം വീട്ടുകയേ വേണ്ട, ഈ മർഹൂന് നീ തന്നെ തിരികെ കൊണ്ടുപോയിക്കോ എന്ന് പറയാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മുർത്തഹിനോട് ചോദിച്ചിട്ട് ആ അതിൽ വിൽക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഓക്കെ, ഇനി വഖാലൽ ഇമാമു, എന്നാൽ ഇമാമുൽ ഹറമൈനി തങ്ങളുടെ അഭിപ്രായം എന്താണ്, ലാ ഖിലാഫ അന്നഹു ലാ യുറാജഉ ലിഅന്ന ഗറദഹു തൗഫിയത്തുൽ ഹഖ്. ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നത് ആരോട് മുർത്തഹിനോട് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല, ആ വിഷയത്തിലൊരു ഖിലാഫുമില്ല. കാരണം ലിഅന്ന ഗറദഹു തൗഫിയത്തുൽ ഹഖ്, കാരണം അവൻ്റെ ലക്ഷ്യം എന്താ ഉണ്ടാവുകയുള്ളൂ, അവന് കിട്ടേണ്ട കാശ് ലഭിക്കണമെന്നേ ഉണ്ടാവുകയുള്ളൂ. അത് പിന്നീട് വിൽക്കുന്നതിലൂടെ ലഭിക്കുക എന്നുള്ളത് അവൻ എന്തായാലും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പിന്നീട് അവനോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും
സെയ്ദും അംറുമാണ് പണയത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സെയ്ദ് പറയാണ് ഇത് മഹലിൻ്റെ അവസരത്തിൽ അതിലായിട്ടുള്ള ഖാലിദാണ് വിൽക്കേണ്ടത് എന്ന്. ഏതായാലും അതിൽ അത് വിൽക്കുന്നതിന് മുമ്പ് വലു അസല റാഹിനുൽ അദില ഖബലൽ ബൈഇ ഇൻ അസല, ബൈഅ നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? സെയ്ദ് ഖാലിദിനെ അസിൽ ചെയ്യുകയാണ് എങ്കിൽ നീ ഇനി വിൽക്കാൻ നിൽക്കേണ്ട, അത് ഞങ്ങൾ തന്നെ ഏർപ്പാടാക്കിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ ഇൻ അസല, ആ അതിലവിടെ മുൻഅസിലായി പോകുന്നതാണ്, അവൻ സ്ഥാനഭ്രഷ്ടനാകുന്നതാണ്, അവനത് വിൽക്കാനുള്ള അവകാശം പിന്നീടുണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം. ഇനി വലു അസലഹുൽ മുർത്തഹിനു ലം യൻ അസിൽ, ഇനി മുർത്തഹിനാണ് ഇവിടുത്തെ അംറാണ് ഖാലിദിനെ അസിലാക്കുന്നത് എങ്കിൽ അതുകൊണ്ട് അവൻ മുൻഅസിലായി പോകുന്നതല്ല എന്നാണ് പ്രബല അഭിപ്രായം. എന്നാൽ വഖീല യൻഅസിലു ലിഅന്നഹു യതസറഫു ലഹുമ, ഈ അദിൽ ഇനി തസറഫ് നടത്താൻ പോകുന്നത് രണ്ടു പേർക്കും കൂടിയാണല്ലോ, റാഹിനിനുമാണ് മുർത്തഹിനിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ മുർത്തഹിന് അസിൽ നടത്തിയാലും അവൻ മുൻഅസിലായി പോകുന്നതാണ് എന്നാണ് സാനിക്കാർ പറയുന്നത്. വലാ ഖിലാഫ അന്നഹു ലൗ മനഅഹു മിനൽ ബൈഇ ലം യബിഅ. ഓക്കെ, എന്നാൽ ഒരു ഖിലാഫുമില്ല. മുർത്തഹിന് ആ അദിലിനോട് പറയാണ് റമദാൻ ആയിട്ടുണ്ട്, പക്ഷേ നീ അത് വിൽക്കണ്ട, ഞാൻ എന്ത് ചെയ്തോളാം, അവന് ഇംഹാൽ ചെയ്ത് കൊടുത്തോളാം, അല്ലെങ്കിൽ ഇബ്രാ ചെയ്ത് കൊടുത്തോളാം എന്നൊക്കെ ഈ മുർത്തഹിന് ആ അദിലിനോട് പറയുകയാണെങ്കിൽ ലം യബിഅ, പിന്നീട് ആ അദിൽ അത് വിൽക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിലൊരു ഇഖ്തിലാഫുമില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും അതിലിനെ ഏൽപ്പിച്ചത് പ്രകാരം അവൻ ആ വസ്തു വിറ്റു, അതിൻ്റെ കാശ് കൈപ്പറ്റിയെന്ന് കരുതുക. ഫഇദാ ബഅൽ അദ്ലു വഖബല സമന ഫസ്സമനു ഇൻദഹു മിൻ ളമാനിർ റാഹിനി ഹത്താ യഖ്ബിലഹുൽ മുർത്തഹിനു. ഓക്കെ, അപ്പോൾ ആ സ്വത്ത് അതിൽ വിറ്റു, എന്നിട്ട് അതിൻ്റെ കാശ് റാഹിൻ്റെ ലൊമാനിൽപ്പെട്ടതായിട്ടാണ് ആരുടെ കയ്യിലുണ്ടാകുന്നത്? അതിലിൻ്റെ കയ്യിലുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ആ സമന് നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിൻ്റെ ലൊമാൻ എടുക്കേണ്ടത് ആരാണ്? റാഹിനാണ് എന്നർത്ഥം. അത് ഏതുവരെ? മുർത്തഹിന് ആ വസ്തു സ്വീകരിക്കുന്നത് വരെ. വഹുവ അമീനുൻ ഫീഹി, ഈ അതിലായിട്ടുള്ള വ്യക്തി ആ സമനിൻ്റെ വിഷയത്തിൽ അമീനാണ്. ഫഇനിദ്ദഅ തലഫഹു ഖബല ഖൗലിഹി ഖുബില ഖൗലുഹു ബിയമീനിഹി. ഓക്കെ, അതായത് അവൻ പറയാണ് എൻ്റെ കയ്യിൽ നിന്നും ആ സമന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, തലഫ് ആയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവന് സത്യം ചെയ്യിച്ചിട്ട് അവൻ്റെ ഖൗല് സ്വീകരിക്കപ്പെടുന്നതാണ്. പിന്നീട് റാഹിൻ എന്ത് ചെയ്യണം? അംറിനുള്ള കാശ് തിരികെ നൽകേണ്ടതാണ് എന്നർത്ഥം. ഇനി അവൻ വാദിക്കുന്നത് ഔ തസ്ലീമഹു ഇലൽ മുർത്തഹിൻ, ഞാൻ ആ കാശ് വാങ്ങിയിട്ട് മുർത്തഹിനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിലോ ഫ അൻകറ, അപ്പോൾ അത് മുർത്തഹിൻ നിഷേധിക്കുകയും ചെയ്തു. അംറ് പറയാണ് എനിക്ക് ഖാലിദ് തന്നിട്ടൊന്നുമില്ല എന്നെങ്കിൽ ഫൽ ഖൗലു ഖൗലുഹു ബിയമീനിഹി, അപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടത് ആര ഖൗലാണ്? ഈ മുർത്തഹിനിൻ്റെ ഖൗലാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ മുർത്തഹിനി എന്താണോ പറയുന്നത് അവൻ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ മുർത്തഹിനിൻ്റെ ഖൗലാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, ഫഇദാ ഹലഫ അഖദ ഹഖഹു മിനർ റാഹിനി, ഇനി ആ മുർത്തഹിന് സത്യം ചെയ്തു, എന്ത്? എനിക്ക് ഇവൻ ആ കാശ് ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അഖദ ഹഖഹു മിനർ റാഹിനി, ആ മുർത്തഹിന് അവന് കിട്ടേണ്ടതായിട്ടുള്ള സ്വത്ത് റാഹിനിൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കേണ്ടത്. വറജഅ റാഹിനു അലൽ അദിലി, ഇനി ഇപ്പോൾ അതിൽ ആ സമന് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ അതിലിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും അല്ലേ? കാരണം അതിൽ മുർത്തഹിനെ ഏൽപ്പിച്ചുവെന്നാണ് പറയുന്നത്, എന്നാൽ മുർത്തഹിനത് സമ്മതിക്കുന്നുമില്ലല്ലോ. അപ്പോൾ ഈ റാഹിൻ എന്ത് ചെയ്യണം? അലൽ അതിൽ, അതിലിൻ്റെ മേൽ മടങ്ങേണ്ടതാണ്. അതായത് അതിലിൻ്റെ കയ്യിൽ നിന്നും അതിൻ്റെ സമനിൻ എത്രയാണെന്ന് വെച്ചാൽ അത് വാങ്ങാവുന്നതാണ്. വ ഇൻ കാന അദ്നലഹു ഫി തസ്ലീമി, ഇത് വിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സമനിനി മുർത്തഹിനെ ഏൽപ്പിക്കണമെന്ന് ഇവൻ ആദ്യമേ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഈ റാഹിനിക്ക് എന്ത് നടത്താവുന്നതാണ്? അതിൻ്റെ കാശ് ലഭിക്കാൻ ആ അതിലിനോട് ചോദിക്കാവുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലൗ തെലിഫ സമനുഹു ഫി യദിൽ അദിലി, ആ അദിലിൻ്റെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ സമന് നശിക്കുകയാണ് എങ്കിൽ ഓക്കെ, സുമ്മസ്തുഹിഖൽ മർഹൂനുൽ മബീഉ, പിന്നീട് ഈ വെക്കപ്പെട്ട ഈ മർഹൂനായിട്ടുള്ള വിൽക്കപ്പെട്ടിട്ടുള്ള മർഹൂനായിട്ടുള്ള സ്വത്ത് ഹക്കായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ സെയ്ദ് അംറിൻ്റെ കയ്യിൽ ഒരു ഫോണിന് പണയം നൽകി. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? അത് വിൽക്കാനായിട്ട് ഖാലിദിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഖാലിദാണ് ഇവിടുത്തെ അദിൽ എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഏതായാലും ഈ ഫോൺ എന്തായിരുന്നു? സെയ്ദ് ഖാസിമിൻ്റേത് കട്ടെടുത്തതായിരുന്നു. അപ്പോൾ ഖാസിമിൻ്റേത് കട്ടെടുത്തിട്ടാണ് സെയ്ദ് അംറിൻ്റെ കയ്യിൽ പണയം നൽകിയത്. അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഈ അദിൽ വിൽക്കുന്നത് എന്ന് കരുതുക. ഓക്കെ, അങ്ങനെ വിറ്റതിന് ശേഷം അതിന് കിട്ടിയിട്ടുള്ള കാശ് ഈ ഖാലിദിൻ്റെ കയ്യിൽ നിന്നും നശിച്ചു പോയി. സുമ്മസ്തുഹിഖൽ മർഹൂനുൽ മബീഉ,
പിന്നീടാണ് വിൽക്കപ്പെട്ടിട്ടുള്ള ഫോണ് അത് മർഹൂനുമായിരുന്നല്ലോ, ആ മർഹൂനായിട്ടുള്ള സ്വത്ത് ഇസ്തിഹഖാഖായി ഭവിക്കുന്നത്. അതായത് പിന്നീടാണ് ഖാസിമു വന്നിട്ട് പറയുന്നത് എന്ത്, ആ ഫോൺ എൻ്റേതാണ്, അത് എനിക്ക് വേണമെന്ന്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യേണ്ടതാണ്, ആ ഫോണ് ആ ഖാലിദിൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിയിട്ടുള്ള മുഷ്തരി ആ ഫോൺ ആർക്ക് തന്നെ നൽകേണ്ടതാണ്, ഖാസിമിന് നൽകേണ്ടതാണ്. ഫഇൻ ഷാ അൽ മുഷ്തരി റജഅ അലൽ അദ്ലി വഇൻ ഷാ അലർ റാഹിനി. അപ്പോൾ ഇവിടെ മുഷ്തരിക്ക് നഷ്ടമാണ്, കാരണം മുഷ്തരി അതിനുള്ള കാശ് അദിലിനെ ഏൽപ്പിക്കുകയും ചെയ്തു, എന്നാൽ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ ഖാസിമ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ മുഷ്തരിക്ക് വേണമെങ്കിൽ റജഅ അലൽ അദ്ലി, തൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിയിട്ടുള്ള അദിലിനോട് ചെന്നിട്ട് എൻ്റെ കാശ് തിരികെ കൊണ്ട എന്ന് പറയാവുന്നതാണ്. വഇൻ ഷാ അലർ റാഹിനി, അല്ല എങ്കിൽ റാഹിനിലേക്കും മടങ്ങാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ അതിൽ അവിടെ വിൽപ്പന നടത്തിയിട്ടുള്ളത്, എന്നെ പറ്റിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളാണ് എനിക്ക് കാശ് നൽകേണ്ടത് എന്ന് പറയാവുന്നതാണ്. വൽ ഖറാറു അലൈഹി, എങ്ങനെ വന്നാലും, അതായത് അതിലേക്ക് ആ മുഷ്തരി മടങ്ങിയാലും റാഹിനിലേക്ക് മടങ്ങിയാലും വൽ ഖറാറു അലൈഹി, ഈ സംഭവം ചെന്നെത്തുന്നത് റാഹിനിലേക്ക് തന്നെയായിരിക്കുമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യമേ റാഹിനോട് ചോദിക്കുകയാണെങ്കിൽ അതങ്ങനെ, ഇനി അതെല്ലാം മുഷ്തരി ആദ്യം ചോദിക്കുന്നത് ഖാലിദിനോടാണ്, ആ അദിലിനോടാണ് എങ്കിൽ പിന്നീട് ഫയർജിഉൽ അദിലുൽ ഖാരിമു അലൈഹി, പിന്നീട് കറക്കാരനായിട്ടുള്ള മുഷ്തരിക്ക് അതിൻ്റെ കാശ് തിരികെ നൽകിയിട്ടുള്ള ആ അദിൽ, ഇവിടുത്തെ ഖാലിദ് എന്ത് ചെയ്യണം, ആ റാഹിലിൻ്റെ മേൽ സെയ്ദിൻ്റെ മേൽ മടങ്ങണമെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലോ മാത്ത റാഹിനു. ഇനി അവിടുത്തെ റാഹിന് മരിച്ചിട്ടുണ്ടെങ്കിലോ, അതായത് സെയ്ദ് കട്ടെടുത്ത് കൊണ്ടുവന്ന് പണയം വെച്ചു, പിന്നീടത്തെ ഖാലിദ് വിറ്റു, ഏതായാലും അത് ആ സമ്പത്ത്, ആ ഫോണ് പിന്നെ ഖാസിമിന് നൽകേണ്ടി വന്നു. ഏതായാലും വലു മാത്ത റാഹിനു, ആ സെയ്ദ് അവിടെ മരിച്ചു പോയാലോ, ഫ അമറൽ ഹാക്കിമുൽ അദില ബി ബൈഇഹി ഫബാഅ വതലഫ സമനു സുമ്മ ഇസ്തഹിഖൽ മബീഉ. ഓക്കെ, ഫഅമറൽ ഹാക്കിമുൽ അദില, അപ്പോൾ ഹാക്കിമായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു, ഒരു ആദിലായിട്ടുള്ള മനുഷ്യനോട് കൽപ്പിച്ചു ബി ബൈഇഹി, ആ മർഹൂനായിട്ടുള്ള സ്വത്ത് വിൽക്കണമെന്നും, ഫബാഅ, അങ്ങനെ അവനത് വിൽക്കുകയും, വതലഫ സമനു സുമ്മ ഇസ്തഹിഖൽ മബീഉ, നമ്മളിവിടെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ റജഅൽ മുഷ്തരി ഫി മാലിർ റാഹിനി, അപ്പോൾ മുഷ്തരി മടങ്ങേണ്ടത് റാഹിനിൻ്റെ സമ്പത്തിലേക്കാണ്. അതായത് റാഹിൻ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്, സെയ്ദ് മരിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ്റെ സമ്പത്തിൽ നിന്നും അവന് നഷ്ടമായിട്ടുള്ള തുക മുഷ്തരിക്ക് എടുക്കാവുന്നതാണ്. വലാ യകൂനുൽ അദ്ലു ത്വരീഖൻ ഫിൽ ളമാനി, ഈ ഒരവസരത്തിൽ, അതായത് സെയ്ദ് മരിച്ച അവസരത്തിൽ പിന്നീട് അദിൽ, ആ നീതിമാനായിട്ടുള്ള ഖാലിദ് ഈ ലൊമാനിലേക്കുള്ള ഒരു വഴിയാവുകയില്ല. എന്ന് പറഞ്ഞാൽ മുഷ്തരി ചെന്നിട്ട് അദിലിനോട് ചോദിക്കാൻ പറ്റൂല, മറിച്ച് സെയ്ദിൻ്റെ തരിക്കത്തിൽ നിന്നും, അവൻ ഉപേക്ഷിച്ചു പോയ ഇൻഹെറിറ്റൻസിൽ നിന്നുമാണ് അവനത് എടുക്കേണ്ടത് എന്നർത്ഥം. കാരണം എന്താ, ലി അന്നഹു നായിബുൽ ഹാക്കിമി വഹുവ ലാ യൾമനു. ഓക്കെ, കാരണം ഈ ഇവിടുത്തെ അദിൽ എന്നുള്ളത് ഹാക്കിമിൻ്റെ നായിബാണ്, അതായത് ഹാക്കിം നിശ്ചയിച്ചിട്ടുള്ള വ്യക്തിയാണ്. വഹുവ ലാ യൾമനു, ഹാക്കിം ഒരു കാര്യത്തിലും ലോമിനാകാത്തത് പോലെ അവൻ്റെ നായിബും ഇവിടെ ലോമിനാവുകയില്ല. ഓക്കെ, വഖീല യകൂന ത്വരീഖൻ കൽ വക്കീൽ, എന്നാൽ മറ്റൊരു അഭിപ്രായ പ്രകാരം അവൻ എന്താകുന്നതാണ്, ഈ അദിലായിട്ടുള്ള വ്യക്തിയും ത്വരീഖാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ മുഷ്തരിക്ക് വേണമെങ്കിൽ ഈ അദിലിനോടും ചോദിക്കാവുന്നതാണ്, കൽ വക്കീലി, വക്കീലിനോട് ചോദിക്കാവുന്നത് പോലെ തന്നെ. ഓക്കെ, ഏതായാലും ഇനി അടുത്തത് പറയുന്നത് ഈ അദിൽ വിൽക്കുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, വലാ യബീഉൽ അദ്ലുൽ മർഹൂന ഇല്ലാ ബിസമനി മിസ്ലിഹി ഹാലൻ മിൻ നഖദി ബലദിഹി കൽ വക്കീൽ, വക്കീലിനെ പോലെ തന്നെ ഹാലായിട്ടാണ്, തൻ്റെ നാട്ടിൽ നിന്നും കിട്ടുന്ന നഖദിന് പകരമായിട്ടാണ്. അത് തന്നെ സമനു മിസ്ല്, ആ ഒരു വസ്തുവിന് സാധാരണഗതിയിൽ എത്ര വിലയാണ് ലഭിക്കുന്നത് അത്രയും വിലക്കാണ് അതിൽ ആ വസ്തുവിനെ വിൽക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഫഇൻ നഖല്ല ബിശൈഇൻ മിൻ ഹാദിഹി ശുറൂത്ത് ലം യസിഹൽ ബൈഉ, ഇനി ഈ മൂന്ന് ഷർത്തുകൾ, സമനു മിസ്ലാവണം, ഹാലാവണം, നഖദിൽ ബലദാവണം, ഇതിലുള്ള ഏതെങ്കിലും ഒരു ഷർത്ത് അവൻ പാലിച്ചില്ല എങ്കിൽ അവിടുത്തെ ബൈഅ് ശരിയാകുന്നതല്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും വൽ മുറാദു ബിൻ നഖ്സി അൻ സമനിൽ മിസ്ലി, ഏതായാലും സമനു മിസ്ല് കൊണ്ട് വിൽക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സമനു മിസ്ലിൽ കുറവായതാണ് എങ്കിൽ അതുകൊണ്ട് വിൽപ്പന ശരിയാവുകയില്ല. അപ്പോൾ ആ കുറവ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അൻ നഖ്സു ബിമാ ലാ യതഗാബനു ബിഹിന്നാസു, ജനങ്ങൾ സാധാരണഗതിയിൽ വഞ്ചിക്കപ്പെടാത്ത രീതിയിലുള്ള നഖ്സാണ്. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം വേണമെങ്കിൽ ഒരു 95 രൂപക്കൊക്കെ വിറ്റത് കൊണ്ട് കുഴപ്പമില്ല. അത് സമനിൽ മിസ്ല് 100 ആണ് എങ്കിലും അതിൽ 5 രൂപയൊക്കെ
കുറവുള്ളത് സാധാരണഗതിയിൽ ആളുകളൊക്കെ വഞ്ചിക്കപ്പെടാറുള്ള കാര്യം തന്നെയാണ്. എന്നതല്ലാതെ 100 രൂപ സമനിമിസിലുള്ള ഒരു വസ്തു 50 രൂപക്കൊക്കെയാണ് വിൽക്കുന്നത് എങ്കിൽ അതവിടെ നഖസാണ്, അവിടെ ഷർത്ത് പാലിച്ചില്ല എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫന്നഖ്സ് ബിമാ യതഗാബനൂന ബിഹി ലാ യദുറു, സാധാരണഗതിയിൽ ജനങ്ങളൊക്കെ വഞ്ചിക്കപ്പെടാറുള്ള നഷ്ടമാണെങ്കിൽ അത് ബുദ്ധിമുട്ടില്ല. അലി തസാമുഹിം ഫീഹി, കാരണം ഫുഖഹാക്കളെല്ലാം അത്തരത്തിലുള്ള ഒരു നഖസിൽ തസാമുഹ നടത്തിയിട്ടുണ്ട്, അഡ്ജസ്റ്റ് നടത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഏതായാലും അതിലെന്ത് ചെയ്തു, ഒരു വസ്തുവിനെ സമനിമിസിലിൽ നിന്ന് തന്നെ വിറ്റു എന്ന് കരുതുക. മർഹൂനായിട്ടുള്ള സ്വത്താണ്, 100 രൂപ സമനിമിസിലായിട്ടുള്ള കാര്യമാണ്, അത് അങ്ങനെ തന്നെ വിറ്റു. പക്ഷേ അതിപ്പോഴും ഖിയാറിലായിട്ടാണ് നിൽക്കുന്നത്. ഖിയാർ എന്ന് പറഞ്ഞാൽ എന്ത്, ഖിയാറുൽ മജ്ലിസ് ആകാം, ഖിയാറുൽ ഷർത്താകാം, ഖിയാറുൽ ഐബാകാം. ഓക്കെ, അപ്പോൾ എന്ത് നടന്നിട്ടില്ല, ലുസൂമായിട്ടില്ല, ബൈഅ നടന്നിട്ടേ ഉള്ളൂ. ഖിയാർ കൂടി കഴിഞ്ഞാലല്ലേ അത് ലാസിമാകുന്നത്. അങ്ങനെ ലാസിമായിട്ടില്ല. ഈ അവസരത്തിൽ എന്ത് ചെയ്തു, മറ്റൊരാൾ വന്നിട്ട് ഞാൻ അതിന് 110 രൂപക്ക് നൽകാം എന്ന് പറഞ്ഞാൽ അവന് വിൽക്കേണ്ടതാണ്. 110 രൂപ നൽകാമെന്ന് പറഞ്ഞവനാണ് അത് വിൽക്കേണ്ടത് എന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കുക. ഫഇൻ സാദ റാഗിബുൻ ഖബല ഇൻഖിലാഇൽ ഖിയാരി, ആ വസ്തു വിറ്റു, പക്ഷേ ഖിയാർ കഴിയുന്നതിന് മുമ്പ് മറ്റൊരു റാഗിബ്, ആ വസ്തുവിൽ താല്പര്യമുള്ള ഒരാൾ വന്നിട്ട് സമന് കൂട്ടി പറഞ്ഞാൽ ഫൽയഫ്സഖ് വൽയബിഉഹു, അപ്പോൾ എന്ത് ചെയ്യണം, ആ അതിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബൈഅനെ ഫസ്ഖ് നടത്തുകയും എന്നിട്ട് ഈ റാഗിബിന് ആ വസ്തു വിൽക്കുകയും വേണം. ഫഇല്ലം യഫ്അൽ ഇൻഫസ്ഖ ഫിൽ അസഹി, ഇനി ആ അതിലങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലും അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അവിടെ നേരത്തെ പറഞ്ഞിരുന്ന ബൈഅ ഫസ്ഖായി പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ വെക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ റാഗിബിനാണ് 110 രൂപ നൽകാമെന്ന് പറഞ്ഞവനാണ് ആ വസ്തു വിൽക്കേണ്ടത്. ഇനി അടുത്തത് ഒരു ലഫ്ലിയായിട്ടുള്ള ചർച്ചയാണ്. വഅദല അൻ ഖൗലിൽ മുഹററി കശർത്തി ഖബല തഫറുഖ് ഇലാ മാ ദക്കറഹു, മുഹററിൽ ഒരു ഇബാറത്ത് പറഞ്ഞിട്ടുള്ളത് ഖബല ഇൻഖിലാഇൽ ഖിയാരി എന്നുള്ളിടത്ത് ഏത് പോലെയാണ്, ഖബല തഫറുഖ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ഖബല ഇൻഖിലാഇൽ ഖിയാരി എന്നുള്ളതിലേക്ക് മുസന്നിഫ് തങ്ങൾ തെറ്റിയത് ലിയഉമ്മ ഖിയാറയിൽ മജ്ലിസി വശർത്ത്. ഓക്കെ, തഫറുഖിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അത് എന്ത് മാത്രമേ പെടുകയുള്ളൂ, ഖിയാറുൽ മജ്ലിസ് മാത്രമേ പെടുകയുള്ളൂ. അപ്പോൾ ഖിയാറുൽ മജ്ലിസും ഖിയാറുൽ ഷർത്തും കൂടെ ഉൾക്കൊള്ളിക്കാനാണ് ഇൻഖിലാഉൽ ഖിയാറിന് മുമ്പ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് എന്നർത്ഥം. കമാ ദക്കറഹു ഫി റൗളത്തി, റൗളയിൽ നബവി ഇമാം പറഞ്ഞതുപോലെ. ഓക്കെ, ഖാല ഫിഹ, റൗളയിൽ എന്താണ് പറഞ്ഞത്, വലൗ സാദ റാഗിബു ബഅദ ഇൻഖിലാഇൽ ഖിയാരി ഫലാ അസറ ലിസിയാദത്തി, ഖിയാറിന് ശേഷമാണ് ഒരു റാഗിബ് ആ വസ്തുവിനെ എന്ത് ചെയ്യുന്നത് എങ്കിൽ, വില കൂട്ടി പറയുന്നത് എങ്കിൽ, അങ്ങനെ വില കൂട്ടി പറഞ്ഞതുകൊണ്ട് യാതൊരു അസുറുമില്ല, നേരത്തെ നടന്നിട്ടുള്ള അതേ ബൈഅ തന്നെയാണ് നടക്കുക എന്നർത്ഥം. ഓക്കെ, ഇനി ഏതായാലും ഒരാൾ ഒരു സാധനം പണയം വെച്ചു, പക്ഷേ ആ പണയം വെച്ച സാധനത്തിന് മുഅ്നത്ത് ആവശ്യമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു അടിമയാണ് പണയം വെച്ചത് എങ്കിൽ അവനുള്ള ചെലവ് കൊടുക്കേണ്ടി വരും, ഒരു മൃഗത്തെയാണെങ്കിൽ അതിനുള്ള തീറ്റ കൊടുക്കേണ്ടി വരും. അതെല്ലാം നടത്തേണ്ടത് ആരാണ്, അത് റാഹിനാണ്, പണയം വെച്ച ആളാണ്. വ മുഅ്നത്തുൽ മർഹൂനില്ലത്തി ബിഹാ യബ്ഖ, എന്തൊരു മുഅ്നത്ത് കൊണ്ടാണ് ഒരു മർഹൂൻ ശേഷിക്കുന്നത്, അത്തരത്തിലുള്ള മുഅ്നത്തുകളെല്ലാം ഏതുപോലെ കനഫഖത്തുൽ അബ്ദി വ കിസ്വതിഹി വ അലഫി ദാബത്തി പോലത്തെ നഫഖത്തുകൾ. വഫീ മഅനാഹ, ഈ നഫഖത്തിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് സഖിയുൽ അഷ്ജാരി വജിദാദു സിമാരി വതജ്ഫീഫുഹ, മരങ്ങളാണ് പണയം വെച്ചത് എങ്കിൽ അതിനെ നനക്കുന്നതും എന്നുള്ളതുപോലെ അതിൻ്റെ പഴവർഗ്ഗങ്ങൾ പറിച്ചെടുക്കുന്നതും അത് ഉണക്കുന്നതുമെല്ലാം അങ്ങനെ തന്നെയാണ്. വറദ്ദുൽ ആബിഖി വൗജറത്തി മക്കാനിൽ ഹഫ്ളി എന്നുള്ളതുപോലെ ആബിഖിനെ മടക്കി കൊണ്ടുവരിക, പണയം വെച്ച് അടിമ ചാടിപ്പോയെങ്കിൽ അവനെ മടക്കി കൊണ്ടുവരുവാനുള്ള കാശ് എന്നുള്ളതുപോലെ ഇത് സൂക്ഷിക്കാനുള്ള ലോക്കറിന് എന്തെങ്കിലും കാശുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ മുഅ്നത്തിൽപ്പെട്ടതാണ്. അതെല്ലാം അല റാഹിനി, അതെല്ലാം വഹിക്കേണ്ടതാരാണ്, റാഹിനാണ്, പണയം വെച്ച ആളാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ യുജ്ബറു അലൈഹ ലിഹഖിൽ മുർത്തഹിനി അലൽ അസഹി, ആ വസ്തുവിൽ മുർത്തഹിനിന് കൂടി ഒരു ഹക്കുണ്ടല്ലോ, അതായത് ആ വസ്തു ഇപ്പോൾ നന്നായിട്ട് ശേഷിക്കുക എന്നുള്ളത്, അഷ്ജാർ ശോഷിച്ചു പോകാതിരിക്കുക, അബദ് മരിക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് മുർത്തഹിനിൻ്റെ കൂടി ആവശ്യമായതിനാൽ തന്നെ മുർത്തഹിന് വേണ്ടിയിട്ട് ഇക്കാര്യത്തിൻ്റെ മേൽ ഈ റാഹിന് നിർബന്ധിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ റാഹിനത് നടത്തിയിട്ടില്ല എങ്കിൽ ഹാക്കിം അവനോട് നടത്താൻ വേണ്ടിയിട്ട് അബദിനുള്ള ചെലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കണമെന്നർത്ഥം. എന്നാൽ വസാനി ലാ യുജ്ബറു അലൽ ഇംതിനാഇ, അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ റാഹിനത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവൻ അതിനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സാനിക്കാർ പറയുന്നത്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്, വലാകിൻ യബീഉൽ ഖാളി ജുസ്അൻ മിൻഹു ഫീഹാ ബിഹസ്ബിൽ ഹാജത്തി, ആ മുഅ്നത്തിലായിട്ട് എന്ത് നടത്തണം, ഖാളി ആ മർഹൂനായിട്ടുള്ള സ്വത്തിൻ്റെ അല്പം വിൽക്കുകയും ബാക്കി
ബാക്കിയുള്ള കാശ് കൊണ്ട് അതിൻ്റെ മുഅ്നത്ത് നടത്തുകയും വേണം. അതായത് ഒരു അബദിനെയാണ് പണയം വെച്ചത് എങ്കിൽ അബദിൻ്റെ പകുതി മറ്റൊരാൾക്ക് വിൽക്കുക, അപ്പോൾ അതിൻ്റെ കാശ് ലഭിക്കുമല്ലോ. ആ കാശ് കൊണ്ട് എന്ത് വാങ്ങിയിട്ട്, ഭക്ഷണം വാങ്ങിയിട്ട് അബദിന് നൽകുകയാണ് വേണ്ടത് എന്നാണ് സാനിക്കാർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതൊന്ന് ശ്രദ്ധിക്കുക. വലാ യംനഉ റാഹിനു മിൻ മസ്ലഹത്തിൽ മർഹൂനി കഫസ്ദിൻ വഹിജാമത്തിൻ. ഇനി ആ പണയം വെക്കപ്പെട്ടിട്ടുള്ള വസ്തു അതിലുള്ള മസ്ലഹത്തിൽ നിന്നും എന്ത് നടത്താൻ പാടില്ല? റാഹിന് മുർത്തഹിനെ തടയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പണയം വെക്കപ്പെട്ട അടിമയ്ക്ക് രോഗം വന്നാൽ ആ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്ത് നടത്തണം? റാഹിന് മുർത്തഹിനിക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. വലാ യംനഉ റാഹിനു മിൻ മസ്ലഹത്തിൽ മർഹൂനി, മർഹൂനിൻ്റെ മസ്ലഹത്തിൽ നിന്നും എന്ത് നടത്താൻ പാടില്ല? റാഹിന് തടയാൻ പാടില്ല. അതുപോലെ ഫസ്ദിൻ വ ഹിജാമത്തിൻ, ഫസ്ദ് നടത്തേണ്ട ആവശ്യമുണ്ടാകും, ഹിജാമ നടത്തേണ്ട ആവശ്യമുണ്ടാകും അതിനൊക്കെ രോഗം വരികയാണെങ്കിൽ. മുആലജത്തിൻ, അല്ലെങ്കിൽ അടിമയെ ചികിത്സിക്കേണ്ടി വരുമ്പോൾ അദ്വിയത്തി, മരുന്നുകളെ കൊണ്ടും, വൽ മറാഹിമി, മറാഹിം എന്ന് പറഞ്ഞാൽ ഗുളികകളെ കൊണ്ടും, വലാ യുജ്ബറ അലൈഹ, എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നടത്താൻ പാടില്ല? ഈ മർഹൂൻ നിർബന്ധിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നുള്ളത് പോലെ വഹുവ അമാനത്തുൻ ഫിയത്തിൽ മുർത്തഹിനി, ഈ മർഹൂന് എന്നുള്ളത് മുർത്തഹിനിൻ്റെ കയ്യിൽ ഒരു അമാനത്തായിട്ടാണ് ശേഷിക്കുന്നത്. ലാ യൽസമുഹു ലമാനുഹു ഇല്ലാ ഇദാ തഅദ്ദാ ഫീഹി, അവൻ തഅദിയത്ത് നടത്തിയാലല്ലാതെ, അവൻ അതിക്രമം പ്രവർത്തിച്ചാലല്ലാതെ അവൻ അതിൻ്റെ ലമാൻ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ അഥവാ അവൻ്റെ യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ലാതെ ആ വസ്തു നശിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ ലൊമാൻ ഈ മുർത്തഹിനി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, അവിം തനാമിൻ റദ്ദിഹി ബഅദൽ ബറാഅത്തി മിനദ് ദൈനി, അല്ലെങ്കിൽ ആ വസ്തു ദൈന് നൽകണ്ട എന്ന് അംർ സെയ്ദിനോട് പറഞ്ഞു. ഓക്കെ, അംർ സെയ്ദിനോട് പറഞ്ഞു നീ എന്ത് നൽകണ്ട, ദൈന് തിരികെ നൽകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നില്ല? സെയ്ദ് അവന് ലൊമാനായിട്ട് അല്ല പണയമായിട്ട് നൽകിയിട്ടുള്ള സ്വത്ത് അംർ തിരികെ നൽകുന്നില്ല എങ്കിലും അവൻ എന്താകുന്നതാണ്? ലോമിനാകുന്നതാണ് എന്നർത്ഥം. ഇല്ല ഇദാ തഅദ്ദാ ഫീഹി അവ ഇംതനഅ മിൻ റദ്ദിഹി ബഅദൽ ബറാഅത്തി മിനദ് ദൈനി. ഓക്കെ, വലാ യസ്ഖുതു ബിതലഫിഹി ഷൈഉൻ മിൻ ദൈനിഹി, ഇനി ഇവൻ്റെ കയ്യിൽ വെച്ചിട്ട്, മുർത്തഹിനിൻ്റെ കയ്യിൽ വെച്ചിട്ട് ആ വസ്തു അവൻ്റെ ഒരു കാരണവുമില്ലാതെ ആ വസ്തു നശിച്ചു പോവുകയാണെങ്കിൽ ആ മർഹൂ, ആ റാഹിൻ അവന് നൽകേണ്ടതായ ദൈനിൽ നിന്നും ഒന്നും അവിടെ വീണു പോകുന്നില്ല. കമൗത്തിൽ കഫീലി ബിജാമിഇ തവസ്സുഖി, കമൗത്തിൽ കഫീലി, കഫീൽ മരിക്കുന്നത് പോലെ തന്നെ. അതായത് സെയ്ദ് അംറിന് കാശ് നൽകാനുണ്ട്, അതിൻ്റെ കഫീലായിട്ട് ആരെ ഏൽപ്പിച്ചു? ഖാലിദിനെ ഏൽപ്പിച്ചു. ഖാലിദ് മരിച്ചു എന്ന് വെച്ചിട്ട് എന്ത് കുറയൂല? സെയ്ദ് അംറിന് നൽകാനുള്ള കാശ് കുറയൂല. അതുപോലെ തന്നെയാണ് പണയ സ്വത്തും. ബിജാമിഇ തവസ്സുഖി, തവസ്സുഖ് എന്നുള്ള ജാമിഅ കൊണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ കഫീലിനെയും എന്നുള്ളത് പോലെ മർഹൂനിനെയും ഒരുപോലെയാക്കുന്നത്? ഖിയാസ് നടത്തുന്നത് രണ്ടും തവസ്സുഖിന് വേണ്ടിയിട്ട്, ഈ പണം തിരികെ നൽകുമെന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ടാണല്ലോ ഉള്ളത് എന്നുള്ള ഒരു ജാമ്യ വെച്ചിട്ടാണ് നമ്മളിവിടെ ഖിയാസ് നടത്തുന്നത് എന്നർത്ഥം. ഓക്കെ, നേരത്തെ പറഞ്ഞ ഇബാറത്തിൽ വലാ യംനഉ റാഹിനു എന്നുള്ളിടത്ത് വലാ യുംനഉ റാഹിനു എന്ന് വായിക്കണം കേട്ടോ. വലാ യുംനഉ റാഹിനു മിൻ മസ്ലഹത്തിൽ മർഹൂനി, മർഹൂനിൻ്റെ മസ്ലഹത്ത് നടത്താൻ റാഹിന് തടയപ്പെടാൻ പാടില്ല. മുർത്തഹിന് റാഹിനിക്ക് അതിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് തിരിച്ചു വായിക്കേണ്ടതാണ്. ഓക്കെ.